നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് കാറ്റാടി യന്ത്രങ്ങളാണോ, ഒരു രക്ഷയില്ല, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. അങ്ങനെ നമ്മൾ മിനിയാപോളിസ്, ചിക്കാഗോ ബോർഡൊക്കെ കണ്ടു തുടങ്ങി. ആളുകൾ കൊണ്ടുപോകുന്ന ലോറി കണ്ടോട്ടോ, ഇത്രയും വലിയൊരു ടാങ്കാട്ടോ കൊണ്ടുപോകുന്നത്. അതില് വലിയ ടാങ്കാണ്. വെൽക്കം ടു അയ്യോവ 80 ട്രക്കിംഗ് സ്റ്റോപ്പ്. ഇത് 220 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ട്രക്കിംഗ് ഏരിയയാണ്. ഒരു ചെറിയ ട്രക്കിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പഴയൊരു ട്രക്ക്, അത് 1925 ഒരു ട്രക്ക് നോക്കിയാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. 1911 ഇലക്ട്രിക് ട്രക്കാണ് ഇത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രക്ക് കാണുന്നത്, പുറമേന്ന് കാണുമ്പോൾ ഇത്രയും സംഭവത്തിൻ്റെ അകത്തൊന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊരു ലോറി തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിട്ടൊക്കെ ട്രക്കിൻ്റെ ആവശ്യമുള്ള ആക്സസറീസാണ് ഇവിടെ ട്രക്കിൽ കാണുന്നുണ്ട്. പല ടൈപ്പ് ലൈറ്റുകളൊക്കെ. അമേരിക്കയിലെ ഏറ്റവും വലിയ നദികളിൽ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവറായ മിസിസിപ്പി റിവറിലൂടെയാണ് നമുക്ക് പോകാൻ പോകുന്നത്. പെരിയാറൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു രീതിയാണ്. അഗൈൻ വെൽക്കം ബാക്ക് ടു കിർലിൻ ട്രാവലർ. നമ്മുടെ കാലിഫോർണിയ ടു ന്യൂയോർക്ക് നയാഗ്ര വാട്ടർഫാൾസിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അയ്യോവ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. നമ്മുടെ റൂമിലാണ്. റൂമിൽ ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ദിവസം ഡേ 4 തിങ്കളാഴ്ചയാണെന്ന്. അപ്പോൾ ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു തിരക്കിലാണിപ്പം. 11 മണിക്ക് നമുക്ക് റൂമിൽ ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ എണീറ്റപ്പോൾ തന്നെ 10:15 എല്ലാവരും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കിനിയിപ്പോൾ മിക്കവാറും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് അയ്യോവ സ്റ്റേറ്റും ഇല്ലിനോയ്സും ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പെൻസിൽവാനിയ വരെ എത്തുമെന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ യാത്രകളിലേക്ക് പോകാം. ഇത്തിരി ലേറ്റായി. നമ്മുടെ ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. പിന്നെ എന്താ പറയുന്നത്, നല്ല അടിപൊളിയൊരു പ്ലേസാണിത്. ഫുള്ള് നമ്മൾ ഇന്നലെ കണ്ട പോലത്തെയുള്ള കംപ്ലീറ്റ് ഗ്രീനറി ആയിട്ടുള്ള ഏരിയയിൽ കൂടിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൂം എടുത്തത് ഞാൻ അതിൻ്റെ പുറത്തെത്തിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ, നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട സ്ഥലങ്ങൾ പോലെ തന്നെയുള്ള സ്ഥലങ്ങൾ. ശരിക്കും പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ്, ചെറിയൊരു സിറ്റിയാണിത്. ആ സിറ്റിയുടെ ഒരു കോർണറുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ ഉള്ള റൂം എടുത്ത് സ്റ്റേ ചെയ്യാനുള്ളവരൊക്കെ ഫ്രീ വേന്ന് എക്സിറ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ആ ട്രക്കൊക്കെ അങ്ങനെ വരുന്നതായിരിക്കും. അവിടെയാണ് ഫ്രീ വേ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയതാണ്. ഫ്രീ വേ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതുണ്ടോ, വണ്ടികൾ പോകുന്നുണ്ടോ. നമ്മൾ വന്ന ഫ്രീ വേ ആണത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ആ വണ്ടികൾ പോകുന്ന ഡയറക്ഷനിലാണ് നമുക്കിനി പോകേണ്ടത്. പിന്നെ നമ്മുടെ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടോ. ഇതാണ് റൂമിൻ്റെ പരിസരം. ഇവിടെ ഒരുപാട് കാറുകളുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി. നമ്മൾ എണീറ്റപ്പോൾ അറിഞ്ഞില്ല, ലേറ്റായി. നമ്മുടെ കോബിൾ സ്റ്റോൺ ഇൻ ആൻഡ് സ്യൂട്ട്സ്, അതാണ് ഇതിൻ്റെ പേര്. അയ്യോവയിലാണിത്. $120 ഒരു റൂമിന്. നമ്മൾ താമസിക്കുന്ന റൂം ഇതാ, ആ കാണുന്ന റൂമാണ്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നത്? ഇപ്പോൾ ഏത് സ്റ്റേറ്റാ? അയ്യോവ. എല്ലാവരും സ്റ്റേറ്റിൻ്റെ പേര് പറയണം. അയ്യോ, പോവുകയാണ് ഇവിടുന്ന്. അതെ, ഇവിടുന്ന് പോയിട്ട് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ. അപ്പൊ നമ്മുടെ ഡേ 4 സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ആരാ അടുത്ത സ്റ്റേറ്റിന്റെ പേര് പറയുന്നേ? പറയേ. ഇല്ലിനോയ്സ്. അവിടുത്തെ ബിഗ്ഗസ്റ്റ് സിറ്റി ഏതാ? ചിക്കാഗോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. നമ്മുടെ താമസിച്ച ഹോട്ടലിൽ തൊട്ട് ചേർന്നുള്ള ഈഗിൾ ലാൻഡിംഗ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റുകൾ 2 ഉണ്ട്. ഇതിൻ്റെ അപ്പുറമുണ്ട് മസാജ് സെൻറ്റർ, പിന്നെ കൺവീനിയൻസ് സ്റ്റോർ, അങ്ങനെ എല്ലാം ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നമ്മൾ അത്യാവശ്യം വെള്ളം കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കഴിച്ചു. അവിടെ എല്ലാവരും പോകാനുള്ള സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ലോറി കാറുകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു ട്രക്ക്, ഒരു കാറ്, ഒരു ബൈക്ക്. പിന്നെ എന്താ പറയുന്നത്, ഇതാണ് ഗ്യാസ് സ്റ്റേഷൻ. നമ്മൾ താമസിച്ച ഹോട്ടൽ ആ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് നമ്മൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു 1000 മൈൽ പോകാനുണ്ട് നയാഗ്ര ഫാൾസിലേക്ക്. നമുക്ക് അടുത്ത സ്റ്റേറ്റ് വരുന്നത് ഇല്ലിനോയ്സ്, പിന്നെ ഇൻഡിയാന, പിന്നെ ഒഹായോ, പിന്നെ പെൻസിൽവാനിയ. അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്ക്. നമ്മൾ നയാഗ്രയിലേക്ക് എത്തും.
അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് കാറ്റാടി യന്ത്രങ്ങളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ആ ഗ്രീനറിയും കാറ്റാടിയും എല്ലാം ചേർന്നിട്ട് അടിപൊളിയാണ് കാണാനായിട്ട്. നെബ്രസ്കയിൽ വരുമ്പോൾ നമുക്ക് പാടം പോലെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളും ഗ്രീനറിയാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടിയും അട്രാക്റ്റീവാണ്. നമുക്ക് കരഭൂമി, അതുപോലെ തന്നെ ചെറിയ കുന്നുകൾ, മൊട്ടക്കുന്നുകൾ പോലെ, അതുപോലെ തന്നെ നിരപ്പായ സ്ഥലവും ഒക്കെ കുറച്ചുകൂടിയും ആ ഒരു ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ അയ്യോവയിൽ. അങ്ങനെ നമ്മൾ മിനിയാപോളിസ്, ചിക്കാഗോ ബോർഡൊക്കെ കണ്ടു തുടങ്ങി. ഇല്ലിനോയ്സ് ആയിട്ടില്ല. ഇത് ഈ സിറ്റിയുടെ പേര് ഡെസ്പോയിനസ് അല്ലേ, അങ്ങനെ എന്തോ ഒരു പേരാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തുന്നില്ല, നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഒരു സിറ്റിയുടെ ഒരു ഇതിലേക്ക് എത്തി കേട്ടോ. എത്ര നേരം നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. ഉടനെ തന്നെ നമ്മൾ ചിക്കാഗോയിലേക്ക് എത്തും, ഇല്ലിനോയ്സിലേക്ക് എത്തും. നേരം വെളുത്ത് 11 മണി. ഇപ്പോൾ നമ്മൾ എണീറ്റപ്പോൾ മുതൽ മഴക്കാറ് പോലെ ആയിരുന്നു, ഒരു ഇരുണ്ട കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി. നമ്മൾ തൊട്ട് മുമ്പഴത്തെ ഒരു സ്ഥലം കഴിഞ്ഞ് അധികം പോന്നിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഡെസ്മോയിനസിലാണ് കേട്ടോ നിൽക്കുന്നത്. ഡെസ്മോയിനസ് റിവറിൻ്റെ മേളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എപ്പോഴും ഒന്നുകിൽ ലോറി ആയിരിക്കും, അതല്ലെങ്കിൽ ഇതുപോലെ RV വെഹിക്കിൾസ്, അതല്ലെങ്കിൽ SUVകൾ, ഫുള്ള് ഈ ഒരു ട്രിപ്പ്, അതല്ലെങ്കിൽ എക്സ്പ്ലോറിങ്, അഡ്വഞ്ചർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വണ്ടികളാണ് നമുക്ക് റോഡിലൂടെ എവിടെയാണെങ്കിലും കാണാൻ പറ്റുള്ളൂ, ഫ്രീ വേകളിൽ. പ്രത്യേകിച്ച് ഈ റൂട്ടിലൊന്നും പറയണ്ട, നമ്മൾ എവിടെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഒരു വണ്ടിയെങ്കിലും ഇങ്ങനെ കാണാതിരിക്കില്ല. കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലമാണ് കേട്ടോ, ഫുള്ള് പച്ചപ്പ്. ഇവിടെ അമേരിക്കയിൽ വീട് മാറണവരൊക്കെ ഇപ്പോൾ വീട്ടിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഈ ഒരു ട്രക്കിലാക്കിയിട്ട് കാറിങ്ങനെ ടോ ചെയ്തുകൊണ്ട് പോകും. ഇതിപ്പോൾ കാറ് കൊണ്ടുപോകാൻ പറ്റിയ, അതിൻ്റെ അകത്ത് ഒരു പട്ടി ഇരിപ്പുണ്ടല്ലേ ആ കാറിൽ, ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ കാർ ടോ ചെയ്തുകൊണ്ട് ഓടിക്കാൻ പറ്റിയ ആൾക്കാരായിരിക്കണം. അതല്ലെങ്കിൽ സാധാരണ നമ്മളിവിടെ പൈസ കൊടുത്തിട്ട് അയപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാറുകൾ കൊണ്ടുപോകുന്ന ലോറി കണ്ടോട്ടോ. ഇവിടെ ചില സമയത്ത് റോഡിലൂടെ ഈ ഫ്രീ വേയിലൊക്കെ വലിയ വണ്ടികൾ പോകും കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ലൈനിനേക്കാളും വലിപ്പമുള്ള വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികൾ പോകുമ്പോൾ അതിന് എസ്കോർട്ടായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരു എസ്കോർട്ട് വണ്ടിയും പോകാറുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ആക്സിഡൻറ്റുകളൊന്നും പെട്ടെന്ന് വണ്ടികളൊക്കെ കണ്ടിട്ട് ആക്സിഡൻറ്റുകൾ ഉണ്ടാവാതിരിക്കാനാണ്. നമ്മുടെ തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലുള്ള ഒരു വണ്ടി, മുന്നിലുണ്ടാ വണ്ടി നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം 250 മൈൽ ഓടിയിട്ടോ. അതായത് ഒരു ഫുൾ ടാങ്ക് അടിച്ചത് തീരാറാകുമ്പോഴത്തേക്കും ആണ് നമ്മൾ പിന്നെ അടുത്ത റെസ്റ്റ് എടുക്കുന്നത്. കുറച്ച് പ്രാവശ്യമായിട്ട്, ഏകദേശം ഫുള്ളല്ല എന്നാലും. പിന്നെ 250 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 400 കിലോമീറ്റർ വരും. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് 3 മണിക്കൂർ ആകുന്നു. ഇതാ നമ്മളാ പറഞ്ഞ ഓവർ സൈസ്ഡ് വണ്ടി പോകുന്നതിൻ്റെ എസ്കോർട്ട് വണ്ടിയാണ് കേട്ടോ കാണുന്നത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓവർ സൈസ് വണ്ടി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് ഇത്രയും സ്പീഡിൽ പോകുന്ന വണ്ടികൾക്കൊന്നും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല. എത്ര സ്പീഡിലാണെന്നറിയാം. മിക്ക സമയത്തും നമ്മൾ തന്നെ ഈ 2 ലൈനുണ്ടെങ്കിലും ഇവിടെ നമ്മൾ പതുക്കുന്നുണ്ടോ പോകണം. ഒരു 70 to 100 മൈൽസിലാണ് എപ്പോഴും പോണത്. ഇത്രയും വലിയൊരു ടാങ്കാട്ടോ കൊണ്ടുപോകുന്നത്, കണ്ടല്ലേ? എൻ്റെ പൊന്നേ, എന്ത് വലിയ ടാങ്കാ! മൈ ഗോഡ്, പേടിയാണ്. ഓ, ഹ്യൂജാണ് കേട്ടോ. എന്താ അല്ലേ? അങ്ങനെ നമ്മൾ 80 ഫ്രീവേന്ന് എക്സിറ്റ് എടുക്കാണ്ടായി. 80 ഫ്രീവേ തീരുന്ന ഭാഗത്തായിട്ടാണ് നമ്മളിനി ഒരു 5.5 മൈലിലൂടെ നേരെ പോയായിരുന്നെങ്കിൽ 290 ഫ്രീവേയിലേക്ക് കയറിയേനെ. അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ട്രക്ക് സ്റ്റോപ്പ് വരുന്നത്.
വേൾഡ്സ് ലാർജസ്റ്റ് ട്രക്ക് സ്റ്റോപ്പ്. Head northeast toward 60th Avenue, North Plainview Road. ഇത് ഭയങ്കര വലുതാട്ടോ. മൊത്തം വൺ വേ പോലെയാണ്. നമ്മൾ അവിടുന്ന് അതാണ് ആ ഷോപ്പ്. ഇത് വലിയൊരു സിറ്റി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വണ്ടി കൊണ്ട് കയറി കഴിഞ്ഞാൽ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകും. അത്രയ്ക്ക് വലിയ ഏരിയ ആണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ കറക്റ്റിന് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതാ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ. ഇതിൻ്റെ അകത്ത് പല ഗ്യാസ് സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. 15 ഗ്യാസ് സ്റ്റേഷൻസ് ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇവിടെ EV ചാർജിങ് ഉണ്ട്. വെൽക്കം ടു അയ്യോവ ട്രക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൈൻ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മൺഡേ ആയതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ്. അതിൻ്റെ അകത്ത് ഈ വണ്ടിയുടെ പല കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്, ട്രക്കുമായിട്ട് ബന്ധപ്പെട്ട്. വെൽക്കം ടു അയ്യോവ 80 ട്രക്കിംഗ് സ്റ്റോപ്പ്. ഇത് 220 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ട്രക്കിംഗ് ഏരിയയാണ് കേട്ടോ. ഇതാ കാണുന്നതാണ് മെയിനായിട്ടുള്ള വെൽക്കം സെൻറ്റർ കാര്യങ്ങളൊക്കെ. ഈ കാണുന്ന ഏരിയ മുഴുവൻ ഇതിൻ്റെയാണ്. ഒരുപാട് ട്രക്കുകളത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ട്രക്കുകളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം നമ്മളിവിടെ കാറുകളൊക്കെ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഈ ട്രക്കുകളായിരിക്കും അങ്ങോട്ട് കിടക്കുന്നത്. എന്തില്ല ട്രക്കുകൾ പോകുന്നുണ്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരു ട്രക്കിംഗ് മ്യൂസിയം ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. വണ്ടികളുടെ ബഹളമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ട്രക്കുകളിങ്ങനെ വരുന്നു. എത്ര ട്രക്കുകളാണ് വരുന്നതെന്നറിയാമോ? രസമാണ്. ഇതാണ് ഇവിടുത്തെ ട്രക്കുകളുടെയൊക്കെ ഒരു വലിപ്പവും ഒരു ഭംഗിയാണ്. ഒരു പ്രത്യേക ഭംഗിയല്ലേ ട്രക്കുകൾ കാണാൻ. നമുക്ക് ക്രോസ് ചെയ്താലോ? ബാ ട്രക്ക് മ്യൂസിയത്തിൽ എന്താ നോക്കാം. ഒരു ചെറിയ ട്രക്കിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഷോപ്പിലേക്ക് കയറും കേട്ടോ. യെസ്, ഇതാ ഇത് കണ്ടോ ഇങ്ങനെയുള്ള ട്രക്കുകൾ. പഴയൊരു ട്രക്ക്. അതെ 1925 ഒരു ട്രക്ക് നോക്കിയ മോള് കെൻവർത്ത് KS 3 ടണ്ണിന്റെ 1925 ട്രക്കാണ് കേട്ടോ. അടിപൊളി. 100 വർഷമായിട്ട് ഇത്. അന്നത്തെ ടയർ നോക്കി, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. 1911 ഇലക്ട്രിക് ട്രക്കാണ് ഇത്. ഈ ഇലക്ട്രിക് ട്രക്ക് 1906 മുതൽ 1942 വരെ ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 50 മൈൽ പോകുമായിരുന്നു. പാലൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നൊരു വണ്ടിയാണിത്. 1906 വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. പല ട്രക്കുകളും ഇവിടെ വച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ മിനിയേച്ചറുകൾ. തിയേറ്ററാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള കുറേ ഒരു ഡോക്യുമെൻ്ററി പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നേ. യേസ്, ഞാനും മോനും ഐശ്യം അത് കണ്ടുകൊണ്ടിരിക്കുന്നു. വിമൻ ട്രക്കേഴ്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാട്ടിലേക്ക് ഒരുപാട് ലേഡീസ് വിമൻസ് ട്രക്സൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ. തന്നെയല്ല, ഈ ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ എത്ര പ്രൊഫഷണലായിട്ടാണ് ഇവർ ഇതിനെയൊക്കെ കാണുന്നതെന്നുള്ളത്, അതും കൂടിയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം. ഒരു മ്യൂസിയം ഇങ്ങനെ ഉണ്ടാക്കുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക. 1917 ജെന്നറ്റ് റാങ്കിങ് എന്ന് പറയുന്ന പെണ്ണ് ആദ്യമായിട്ട്, അതല്ലല്ലോ 17, 1929 became the first women to obtain a commercial driver's license in Texas. 1929 ഈ ലേഡിയാണ് ഫസ്റ്റ് ഇവിടെ ടെക്സാസിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് കൊമേഴ്ഷ്യൽ ട്രക്കിൻ്റെ. ഇത് 1944 1969 അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതും ഒരു ഹിസ്റ്ററി ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം. അടുത്തേക്ക് കയറുമ്പോൾ പല ടൈപ്പിലുള്ള ട്രക്കുകളാണ് കേട്ടോ. ഇത് ഏത് ഇയറിലേ മോനത്? ഇതൊക്കെ 1969 ഒരു ട്രക്കാണ് കേട്ടോ. ഓവർലോഡ് കൊണ്ടുപോകുന്ന വണ്ടി ഉണ്ടോ, വലിയ ഇതൊക്കെ. ഇത് നോക്കിയ ഒരു ട്രക്ക്. ഇത് 1910 ട്രക്കാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഈ ട്രക്കിൻ്റെ ബാക്കിൽ ചെയിനാണ്. ഇതൊക്കെ മുന്നേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ട്രക്ക് കാണുന്നത്. ബാക്കിലേക്ക് ചെയിനാണ് ഈ ട്രക്കിൻ്റെ.
പിന്നെ അതിൻ്റെ പേരെന്താ മക്ഡൊണാൾഡോ, അത് വേറെന്താ സാധനം. എന്തായാലും ഈ ട്രക്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ട്രക്കൊക്കെ നമ്മൾ മിക്ക മ്യൂസിയങ്ങളിലും പോകുമ്പോൾ കാണുന്നതാണ്. ഇതൊക്കെ ഓ ഇതും കൊള്ളാട്ടോ. ഇത് ഏത് ഇയറാണെന്ന് നോക്കിയപ്പോൾ ഈ ട്രക്ക്. പിന്നെ അവിടെ ഒരു ടിംബർ ക്രസ്റ്റ് ഫാംസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതേതാ പറ, ഇയർ പറ. ഇയർ 1918 അല്ലേ? 1919 1919 ട്രക്കാണിത്. ആ ട്രക്കൊക്കെ നമ്മൾ ഇന്നാൾ മുമ്പ് ഇതുപോലത്തേക്ക് നമ്മൾ വേറെ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേറെ വീഡിയോയിൽ മെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോയപ്പോൾ അവിടെ കുറേ അപ്പോൾ ഇത് നോക്കിയാൽ നല്ല രസത്തിന് ആളുടെ മുഖം പോലെ ഉണ്ടല്ലേ. കുർട്ടീസ് 1954 കുർട്ടീസ് ഫഗിയോൾ വാനോ യുണൈറ്റഡ്. അവർക്ക് ഈ ബസ് ഇഷ്ടപ്പെട്ട് ശരിക്കൊരാളെ പോലെ ഉണ്ട് കേട്ടോ. ഇത് രസമാണ് കാണാൻ. ട്രാൻസ്ഫർ ആൻഡ് സ്റ്റോറേജ് 1968 ഫോർഡ് F250 ആട്ടോ ക്യാമറ വാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഇപ്പോഴും റോട്ടിലും ഉള്ള സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞിട്ട്. പിന്നെ ഫയർ എഞ്ചിനായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി ബിൽസ് മൂവിങ് സ്റ്റോറേജ് 1927 വേറൊരു വണ്ടിയാണ് കേട്ടോ. അതൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല ഹൈറ്റാണ് കേട്ടോ വണ്ടികൾ. 1925 വേറൊരു വണ്ടി മാറി. ഇത് വണ്ടി നമ്മൾ വായിച്ചേക്ക്. അന്നത്തെ അത്രയും നാൾ മുമ്പ് ഒരു ട്രക്കിൽ അത്യാവശ്യം എല്ലാ നമ്മുടെ നാട്ടിലേക്കുള്ള മിക്സർ ഗ്രൈൻഡർ പോലെയുള്ള സാധനങ്ങളൊക്കെ അതെന്തിനുള്ള യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്ന് കേട്ടോ. അതാ ഇത്രയും ബെൽറ്റ് കാര്യങ്ങൾ, ആ മോട്ടർ, ഇത് പിന്നെ ഇതൊക്കെ ക്രെയിൻ വല്ലാണെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ മുന്നേ ഇതെന്തിനു യൂസ് ചെയ്തിരുന്നേ നമ്മൾ? വെള്ളം പിന്നുള്ള കിണർ കുഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. ഐ ഗോഡ്, നമ്മളൊക്കെ ഇപ്പോഴാണ് ഈ സാധനം കാണുക. ഇതാ മേളിൽ നിന്ന് ഇങ്ങനെ കുത്തി ഇതാക്കില്ലേ ഫൈലിംഗ് നടത്തുമ്പോൾ കാണുന്ന പോലത്തെ വണ്ടി. അമേസിങ്. ഇത് നോക്കി ഭയങ്കര ജയൻറ്റ്. ഇത് ഏത് ഇയറിലെ? 1966 വണ്ടി കേട്ടോ. നമ്മളൊക്കെ ഇത്രയും ഹൈറ്റ് ഉള്ളൂ കേട്ടോ. അതിൻ്റെ പൊക്കം കണ്ടില്ലേ. അത് 1966 ഒരു ട്രെയിലറാണ് കേട്ടോ. നല്ല വലിപ്പം. പിന്നെ അതിൻ്റെ അകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു ട്രെയിലർ. സൂപ്പർ. പിന്നെ ഇങ്ങോട്ട് കുറേ കാറുകളാണ്. ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഐഷ അതിൻ്റെ വലിപ്പം കാണിച്ചു തരാം. അവിടെ മുതൽ അവിടം വരെ ഉണ്ടത്. ഓക്കെ, ബിഗ് അല്ലേ? യെസ്, അവരൊക്കെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ട് വരികയാണ് കേട്ടോ. ഇതൊക്കെ ഈ വണ്ടികളൊക്കെ കണ്ടില്ലേ, എന്ത് രസമല്ലേ. ഓരോ വണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടത് പോലീസിൻ്റെ ഒരു വണ്ടി കേട്ടോ. അത് ഏത് ഇയറാന്ന് നോക്കിയപ്പോഴും 1939 ഏത് സ്ഥലത്തെയാണെന്നൊക്കെ നമുക്ക് നോക്കാൻ സമയമില്ല. നമുക്ക് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. അടിപൊളി കേട്ടോ പോലീസ് വണ്ടി. 1949 ഇൻ്റർനാഷണൽ വേറൊരു വണ്ടി. ബ്രോക്ക്വേ വേറൊരു വണ്ടി. 1924 വണ്ടിയാണ് കേട്ടോ. ഇത് 1949 1949 ആകുമ്പോഴത്തേക്കും കുറച്ചൊരു വണ്ടി സൂപ്പറായി. ഇത് 1956 ട്രക്ക്. അപ്പോഴത്തേക്കും ഇപ്പോഴത്തെ ട്രക്കിൻ്റെ ഇത് നോക്കി ഭയങ്കര വലുപ്പമാണ്. ഐഷ അവിടെ നിന്ന് അപ്പോഴാണ് വണ്ടിയുടെ വലുപ്പം മനസ്സിലാവുള്ളൂ. ഐഷ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഇത് എന്തിൻ്റെ വണ്ടി? 1963 ലോഡ്സ്റ്റർ. ഇത് നോക്കി എന്താ ട്രൈ അവർ ബീഫ്. ഗുഡ് ഈവനിങ് ഫ്രം അമേരിക്കൻ ഫാംസിൽ യൂസ് ചെയ്യുന്ന കേട്ടോ. അമേരിക്ക നമ്മളിപ്പോൾ വന്ന വഴിക്ക് കാണുന്ന ഫാമുകളിൽ യൂസ് ചെയ്യുന്ന വണ്ടികളാണ്. അത്രയും വർഷം മുമ്പ് ഇത്രയും മെക്കാനിക്കൽ പരിപാടികളൊക്കെ വണ്ടിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഓരോ വണ്ടികളും പ്രത്യേകിച്ച് കാണിക്കാനുള്ള സമയമില്ല. ഇതൊക്കെ ട്രക്കുകൾ. 1934 GMC ആണ് കേട്ടോ കാണുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കൈൻഡ് ഓഫ് ആ ഒരു സിസ്റ്റമാണ് ട്രെയിലറിൻ്റെ അതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. 1934 അയോവ 80. 1959 ഒരു ട്രെയിലറാണ് കേട്ടത്.
ഭയങ്കര ഹൈറ്റാണെന്നേ. ഇത് ഡബിൾ സ്റ്റോറീഡ് ആണെന്ന് തോന്നുന്നു. ഏറ്റവും ബാക്കിലാണ് ഇതിൻ്റെ എഡ്ജിലാണ് ഇതിൻ്റെ വീല് വരുന്നത്. സ്റ്റോപ്പ് സോൺ. യെസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ഇത് കണ്ടു. ഇത് കണ്ട് ഇതൊക്കെ ചെറുതാണ് കേട്ടോ. 1936-ലാണത്. ഐഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതെ. വാ ഓ യെസ്, മാക് AB 1915 ട്രക്കാണ് കേട്ടത്. അതിൻ്റെ ലൈറ്റ് കണ്ടോ? ഹെഡ്ലൈറ്റില്ല നമ്മളും അതിൻ്റെ അകത്ത് മറ്റേ വേറെ ടൈപ്പ് ലൈറ്റാണ് ഹെഡ്ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലെ ലോറി. ഇതെന്താ 1981 വണ്ടി. ഓ എൻ്റെ പൊന്നെ. ഇതിനൊക്കെ ഓരോ ഹിസ്റ്ററികളുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് പഠിച്ച് പറയാനുള്ള സമയമില്ല. എന്താ പറ്റിയ ഐഷ? സ്റ്റക്കായിപ്പോയോ? ഓ സ്റ്റോപ്പ് സോണിൽ സ്റ്റോപ്പായി പോയി ഐഷ കേട്ടോ. ഐഷ എന്ത് പറ്റി ഐഷ? സ്റ്റോപ്പായി പോയോ? അവിടെ നിന്ന് കേട്ടോ വന്നത്. അവിടെ നിന്ന് വന്ന് പിന്നെ ഇവിടെ ഒരു റോ ഉണ്ട്, അവിടെ നമ്മൾ പോയില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും ഉണ്ട്. പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും സംഭവം എൻ്റെ അകത്തുണ്ടെന്ന് നമുക്ക് തോന്നില്ല കേട്ടോ. ഭയങ്കര വലിപ്പമാണ് ഇവിടുത്തെ. ഇതൊക്കെ എത്ര വർഷം മുമ്പുള്ളതാണ്. നമുക്ക് വണ്ടിയുടെ ടയറും എന്താ ഹെവി. എൻ്റെ ഹെഡ് കണ്ട ആ ഭാഗമുണ്ട് ഭയങ്കര സ്റ്റൈലിഷ് അല്ലേ. നമ്മുടെ നാട്ടിലെ ലോറിയൊന്നും ഇത്രയില്ല. ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു നീളം വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ട്രക്ക് 1983-ലാണ് കേട്ടത്. 1922-ലെ വണ്ടി. 22, 30, 20, 23, 42. ഇതെന്ത് വണ്ടി? ഇത് മാക്ഡൊണാൾഡ് മോഡൽ. മാക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. അതായതല്ലേ 23 സ്റ്റെർലിംഗ് എന്ന് പറയുന്ന വണ്ടി. എന്നെ കണ്ടു കേട്ടോ. എന്നിട്ട് ഈ വണ്ടിയുടെ സൈസ് കാണാം. അല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കിതിൻ്റെ വലിപ്പം മനസ്സിലാവില്ല. എന്താ ഇതിൻ്റെ ആ ഒരു മെയിൻ എൻജിൻ്റെ ഏരിയയുടെ വലിപ്പം അല്ലേ. ക്യുമിൻസ് എൻജിനാണ് കേട്ടോ അത്. ഭയങ്കര വലിപ്പം. ആ ബോഡിയുടെ പാർട്ടിൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട് എൻജിൻ്റെ ഭാഗത്തിന്. ദ ലാസ്റ്റ് റൈഡ് ഇൻ ഹോണർ ഓഫ് ഡേവ് ആൻഡ് എയർലൈൻസ് ഫ്യൂച്ചർ ഹോം അയോവ ഏരിയ ട്രക്കിംഗ് സിസ്റ്റം. യേസ് അലിം. ഇനിയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വണ്ടികൾ. ഈ മോഡലൊക്കെ കണ്ടാണ് നമ്മളിത് വീണ്ടും കാണിച്ചത്. ഇത്ര ഉണ്ടെന്ന് അറിയിക്കാനായിട്ടാണ്. ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് കാണിക്കാനായിട്ടുള്ള സമയമില്ലത്. അതിൻ്റെ അപ്പുറം വേറെയും ട്രക്കുകൾ കിടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ലോങ് യാത്രയുണ്ട്. നമുക്ക് ഇവിടെ അധികം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. പിന്നെ നമ്മളിതിന് മുമ്പ് പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഇയർ 1 ഇയർ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടൊരു ട്രക്കിൻ്റെ മ്യൂസിയത്തിൽ പോയിട്ടുള്ളത്. ഇതിനെ കണ്ടപ്പോഴേ ഇതിൻ്റെ കണ്ണ് തള്ളിപ്പോയതായിരിക്കുമ്പോൾ ഇവനാരോ അടിച്ച് മുഖത്തിൻ്റെ ഒറ്റടി അടിച്ച് പരത്തി വെച്ചേക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ഷേപ്സ്. ഇതൊക്കെ വീണ്ടും ഫാമുകളിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് വണ്ടി. 1963 ഫോർഡിൻ്റെ ട്രക്കാണ് കേട്ടോ. ഫോർഡ് എന്തൊക്കെ ടൈപ്പ് വണ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഈ എല്ലാ കളിയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവരെ ഫോർഡിൻ്റെ വണ്ടികളൊക്കെ അപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അമേരിക്കൻ പ്രൗഡാണ് ഫോർഡ്. 1926-ലെ ഓട്ടോ കാർ. അത് 1926-ൽ പോലും ഇതുപോലെ അൺലോഡ് ചെയ്യാൻ എന്താ പറയുക ടിപ്പർ സിസ്റ്റത്തിലുള്ള വണ്ടികളൊക്കെ. ക്യാൻ ബിലീവ് അല്ലേ. വൈറ്റ് 1933-ലെ വണ്ടി, 1922-ലെ വണ്ടി, 1933, 1947. ഈ വണ്ടി 2011-ലെ വണ്ടിയാണിത്. സ്റ്റോക്സ് 1 ലൈൻസ് കളറുകളൊക്കെ അല്ലേ. ഇതാണ് രക്ഷയില്ലാത്ത എലഗൻറ്റ് റെഡ്. 1954-ലെ വണ്ടിയാണ് കേട്ടത്. വാവ്.
രസമായിരുന്നു. 1928 ഗ്രഹാം സ്ക്രീൻ സൈഡ്. പിന്നെ ഇവിടെ എന്തോ സാധനം സോളിഡ് റബ്ബർ ടയർ പ്രസ്. ഓ, ആ ടയർ ഉണ്ടാക്കുന്ന മെഷീനാട്ടത്. എന്തൊക്കെ സിസ്റ്റമാണ് ഇവർ കണ്ടുപിടിച്ചേക്കുന്നത് അല്ലേ. ഇതിൽ നിന്നൊക്കെയാണ് പിന്നെ വീണ്ടും നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ടയർ ഉണ്ടായിട്ടുണ്ടാവുക. മാക് ട്രക്സ്, ഇതൊക്കെ ടയർ ഉണ്ടാക്കുന്ന സംഭവമാണെന്ന് അറിയില്ല. അതാ കാറ്റർപില്ലർ 60. ഇതേത് വർഷം എന്നുള്ളത് 1919 എൻ്റെ പൊന്നെ. ഇതൊക്കെ അതിൻ്റെ ഇതൊക്കെ 1926 അത് കൊണ്ടുപോകുന്ന വണ്ടി ഇതേ ഷേപ്പിലാണ് ഇന്നും ഈ വണ്ടികളൊക്കെ ഉള്ളത്. എന്താണ് ഒരു അതിശയം അല്ലേ. ഓ, ഈ വണ്ടി ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ അതിൻ്റെ ബാക്കിലൊരു ടയറുണ്ട്. അപ്പോൾ അതിൽ തട്ടാതിരിക്കാനുള്ള രീതിയിൽ അതിൻ്റെ ഹൈറ്റ് കൂട്ടിയിരിക്കുന്നു. അമേസിങ്. ഇത് ഡ്രിങ്ക് കൊക്കക്കോള ഇൻ ബോട്ടിൽസ്. ആ ബോട്ടിലും അതുപോലെ തന്നെ വെച്ചേക്കോട്ടോ. നല്ല രസം. പണ്ടത്തെ വണ്ടികളാണ് കൊക്കക്കോള കൊണ്ടുപോകുന്ന വണ്ടി. എന്ത് രസമല്ലേ. അമേസിങ്. 1944 വണ്ടിയാണ് കേട്ടത്. യെസ് ഗൈസ്, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ട്രക്ക് മ്യൂസിയം വിസിറ്റ്? ഇനിയിപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. അത് എക്സിറ്റ്. ഇവിടെ എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ മ്യൂസിയം. നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടത്. ടീഷർട്ടുകൾ. ഇതില്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറ്. കാരണം എവിടെ പോയാലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ നമുക്കതിൽ വാങ്ങാനൊക്കെ ഉള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്. ഒന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ അഭിജി ലേഡീസൊക്കെ ആദ്യം പോയിട്ടാ. അവർ കണ്ട് കഴിഞ്ഞിട്ടാട്ടോ പോയത്. അവർ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടൊക്കെ അല്ലേ. ഭയങ്കര ഒരു വൈബ്. പിന്നെ വെയിലില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ, നമ്മുടെ കാലിഫോർണിയയിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു കാർമേഘം വന്നാൽ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും. അത് സമ്മറാണെങ്കിലും. ഇവിടെ വരുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിലും എന്താ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഓക്കെ, പക്ഷേ ഇത് കുഴപ്പമില്ല. നമുക്കിനി നമ്മൾ ഒരു സർപ്രൈസ് മേടിച്ചിട്ടുണ്ട് വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ കൊടുക്കും കേട്ടോ. യേസ്. അപ്പോൾ നമ്മുടെ ട്രക്ക് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നിട്ട്, മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ ചെറിയൊരു ഗെയിം കളിച്ചിട്ട് പാപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം. ഓക്കെ, അമേരിക്കയിൽ വന്നതിന്റെ ഒരു ഓർമ്മ അല്ലേ. അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ ആദ്യം പാപ്പച്ചി ഏത് സ്റ്റേറ്റിലാ വന്നേ? ഞങ്ങൾ വാഷിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത്. തെറ്റിപ്പോയി. അമേരിക്കയിൽ ഏത് സ്റ്റേറ്റിലാണ് വന്നത്? ആരാ? അപ്പൊ കാലിഫോർണിയയുടെ ഒരു ഇത് കൊടുക്ക, ഗിഫ്റ്റ് കൊടുക്ക. അപ്പൊ കാലിഫോർണിയ സ്റ്റേറ്റ് ആണ് കേട്ടോ. കാലിഫോർണിയ സ്റ്റേറ്റ്. യെസ്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുത്തത് കാലിഫോർണിയ. നമ്മൾ അടുത്ത സ്റ്റേറ്റ് ആദ്യമായിട്ട് പോയത് ഏത് സ്റ്റേറ്റ് ആപ്പിജി? അടുത്തത് പക്കോട, നെവാഡ. കണക്ട് ചെയ്തതാട്ടോ. നെവാഡ സ്റ്റേറ്റിന്റെ ആണ്. യെസ്. നെവാഡ അറിയില്ല നോക്ക്. യെസ്. നെവാഡ സ്റ്റേറ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മള് പോയ സ്റ്റേറ്റുകളത്. ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ് അതാണ് നെവാഡ കഴിഞ്ഞ് യൂട്ട അറിയില്ല. യെസ്. അതാരാ പറഞ്ഞ? ഉമ്മുച്ചിമ്മ. അല്ലല്ല, നിങ്ങൾക്കാണ് ഇത്, നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. അപ്പൊ യൂട്ട ഉമ്മുച്ചിമ്മ പറഞ്ഞായിരുന്നു. ഓക്കെ. അത് യൂട്ട കഴിഞ്ഞിട്ട് ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ പോയത്? ആർക്ക് വേണമെങ്കിലും പറയാം, പക്ഷെ ഗിഫ്റ്റ് വാപ്പിച്ചിക്ക് ഉമ്മച്ചിക്ക് സർപ്രൈസ്. യൂട്ട കഴിഞ്ഞിട്ട് കൊളറാഡോ. കൊളറാഡോ. യെസ്, കൊളറാഡോ. വാപ്പിച്ചിക്ക് കൊടുക്ക്. കൊളറാഡോ കഴിഞ്ഞിട്ട് ആദ്യം ഇവര് പറയണം കേട്ടോ. യെസ്, കൊളറാഡോ. കൊളറാഡോ കഴിഞ്ഞിട്ട് എവിടെ പോയത്?
നെബ്രാസ്ക. മുച്ചിക്ക് എന്നു വെച്ചെന്ന് അതുണ്ട് കേട്ടോ. അത് ഭയങ്കര പാടാണ് നമ്മുടെ ഇവിടെ പറയാനായിട്ട്. ഏയ് നെബ്രാസ്ക കൊടുക്കാൻ പോവാണ്. നെബ്രാസ്ക കിട്ടിയിരിക്കുന്നു സ്റ്റേറ്റ്. നെബ്രാസ്ക കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ് ഏതാണ്? അയോവ 80. നെബ്രാസ്ക കഴിഞ്ഞിട്ട് ഏതായിരുന്നു? അയോവ. അയോവ. യെസ്, നമ്മളിപ്പോ നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് അയോവ. നമ്മുടെ ഈ ട്രക്ക് സംഭവങ്ങളെല്ലാം ഉള്ള സ്റ്റേറ്റ് ആണ് അയോവ. യെസ്, ഓക്കെ. ഇനി അയോവ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എവിടെയാണ് പോകുന്നത്? അടുത്ത സ്റ്റേറ്റ് ഏതാണ്? നോക്ക ആരെയാണ്? ഇലിനോയ്സ്. യെസ്, ഇലിനോയ്സ്. ഇതാണ് ചിക്കാഗോ സ്റ്റേറ്റ്. നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ചിക്കാഗോ സ്റ്റേറ്റിലേക്കാണ്. ചിക്കാഗോ സ്റ്റേറ്റിലേക്ക് പറന്നു പോകുന്നു. യെസ്, ബാബിച്ചിക്ക്. ഓക്കെ, അടുത്ത് ചിക്കാഗോ കഴിഞ്ഞിട്ട് ഏതാണ് അടുത്ത സ്റ്റേറ്റ്? ആർക്കും അറിയില്ല. ഇന്ത്യാന. ഇന്ത്യാന. ബാബിച്ചിക്കാണോ മുച്ചിക്കാണോ? ഓക്കെ, ഇന്ത്യാന. ഇന്ത്യാന കഴിഞ്ഞിട്ട് ഏതാണ്? ഒഹായോ. യെസ്, ഒഹായോ. ഓക്കെ, ഇത് മിച്ചിക്ക് കൊടുക്കുക. വാപ്പിച്ച് കൊടുത്തു. ഒഹായോ. ഒഹായോ. ഒഹായോ കഴിഞ്ഞിട്ട് പെൻസിൽവാനിയ. പെൻസിൽവാനിയ കഴിഞ്ഞ ന്യൂയോർക്ക്. ന്യൂയോർക്ക് രണ്ടുപേർക്ക് കൊടുക്കുക. ന്യൂയോർക്ക് രണ്ടുപേർക്ക് കൊടുക്കുക. നയാഗ്ര നമ്മുടെ എക്സ്പെഡീഷന്റെ ഇങ്ങോട്ട് തിരികെ ക്യാമറയിൽ കണ്ട്. യെസ്, അപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്ത എല്ലാ സ്റ്റേറ്റുകളുമായി. യെസ്, ന്യൂയോർക്ക്. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു സ്റ്റോർ ഉള്ളത്. അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ആ ഫ്രണ്ട് ഏരിയയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് വേൾഡ്സ് ലാർജസ്റ്റ് ട്രക്ക് സ്റ്റോപ്പ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അയോവ 80. പിന്നെ ഇവിടെ കരീബോ കോഫി റെസ്റ്റോറൻറ്റ് 24 hours ഉള്ള റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമുക്കൊന്ന് അങ്ങോട്ട് പോയി അവിടെ എന്താ പിസ്സ ഹട്ട് ഉണ്ട്, ടാക്കോ ബെല്ല്, കൈറോപ്രാക്റ്റിക്, ഡെൻ്റല്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറ സൈഡിൽ കൂടെ കറങ്ങിയായിരുന്നു നമ്മൾ ആദ്യം പോയത്. അവിടെ നിന്ന് വീണ്ടും കറങ്ങി ഇതിലെ പോയാലും അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് കേട്ടോ. അത് ഫാമിലീസൊക്കെ പോകുന്നുണ്ടല്ലോ ട്രക്കിൻ്റെ അടുത്തേക്ക്. എന്താണെന്നുണ്ടോ ഇതുണ്ടോ? ഫാമിലി ആയിട്ട് ട്രക്ക് ഓടിച്ച് വരുന്നവരുണ്ടോ? ഇവിടെ പല സ്ഥലത്തും ഇതിൻ്റെ ഈ ഒരു ഇത് കാണാം കേട്ടോ. അയ്യോ 80 വെൻഡീസ്. നമ്മൾ ഈ ഷോപ്പിലൊന്ന് കയറി നോക്കാൻ തരികയാണ് കേട്ടോ. ഇത് വേറൊരു എൻട്രൻസ് കേട്ടോ. പല എൻട്രൻസ് ഉണ്ട് ഇതിന്. അപ്പം ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഐശ്വര്യത്തിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടോ? എൻ്റെ ടീഷർട്ടും എൻ്റെ ബീച്ചിൽ ഇറങ്ങുന്ന ഡ്രസ്സ് കേട്ടോ അവൾ ഇട്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ ഡ്രസ്സ് വണ്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവൾ അത് ഇടുന്നില്ല. ഭയങ്കര നോട്ടിയാണ്. കുരുത്തക്കേടാണ്, കുരുത്തക്കേട്. എന്താ ബജി? അതെ അതെ. ഇതിപ്പോൾ അങ്ങേറ്റം വരെ ട്രക്ക് ഉണ്ട്. പക്ഷെ അത് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ ബാക്കിലേക്കും അങ്ങനെ ഒരുപാടുണ്ട്. 220 ഏക്കർ വ്യാപിച്ച് കിടക്കാനുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. യെസ്, ഇങ്ങനെയൊരു കല്ലൊക്കെ അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ. യെസ്, പ്രശ്നമില്ല. ഇതാണ് ഷോപ്പ്. ട്രക്ക് ഷോപ്പ്. ട്രക്കിലേക്കുള്ള സാധനങ്ങളായിരിക്കും കേട്ടോ ഇവിടെ മേടിക്കാൻ. നെറ്റമ്മേ, മ്യൂസിയത്തിനേക്കാളും അടിപൊളിയല്ലേ? ഇവിടെ വരുന്നവർക്ക് മസാജ് ചെയ്യാം. ഇത് ഒരു ലോറി തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടേക്കോട്ടെ ട്രക്ക്. ഇതൊക്കെ ട്രക്കിൻ്റെ ആവശ്യമുള്ള ആക്സസറീസാണ് ഇവിടെ വിൽക്കാനായിട്ട് വച്ചിരിക്കുന്നത്. അതല്ലാതെ യാത്രയിൽ ഉപയോഗിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടേക്കും ഉണ്ട് ഷോറൂമിൻ്റെ ബാക്കി. ഇത് പല ടൈപ്പ് ട്രക്കിൻ്റെ, ഇവിടുത്തെ ട്രക്കിൻ്റെയൊക്കെ മോനു അതെ ഇവിടുത്തെ ട്രക്കിലെ കാണുന്ന പോലത്തെ ലൈറ്റുകൾ ആ എൻഡിലിരിക്കുന്നുണ്ടോ? ഇത് കണ്ടോ? ഇപ്പോൾ ട്രക്ക് ഓടിച്ച് വരുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഇവിടെ കിട്ടും. അത് കൂടാതെ ട്രക്കുകൾ അലങ്കരിക്കാനുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടുത്തെ ട്രക്കിൽ കാണുന്ന പല ടൈപ്പ് ലൈറ്റുകൾ കേട്ടോ.
അലങ്കാര ലൈറ്റുകൾ, അത്യാവശ്യമുള്ള ടൈപ്പ് ലൈറ്റുകൾ. അതായത് എന്താ ഇതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, വെറൈറ്റീസ് ഒരുപാടുണ്ട്. കുറച്ചൊന്നും അല്ല ഇവിടെ ഉള്ളൂ. ഇതുണ്ടല്ലേ പല കളറിലുള്ളത്. പിന്നെ ബ്രേക്ക് ലൈറ്റ്, സിഗ്നൽ ലൈറ്റ് ഒക്കെ വരുന്ന പല കളറിൽ, യെല്ലോ, റെഡ്, പല ഭംഗിയിലുള്ള പല ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീലുകൾ. അടിപൊളിയാട്ടോ. അത് ഇതിൻ്റെ കളർ നോക്കി. ഫോണുകൾ, മറ്റേ സൈലൻസറിൽ ഇതായിരിക്കുന്ന സാധനങ്ങൾ, എല്ലാ ഐറ്റംസും ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. സൂപ്പർ ട്രക്ക് ഷോറൂമാണിത്. ഇത് ബമ്പറുകൾ, ടയറിൻ്റെ മുകളിൽ വയ്ക്കുന്ന സംഭവങ്ങൾ. ഇതൊക്കെ എൻ്റെ പൊന്നെ. ഇത് ഐഷോടെ പോയി ഇന്ന് $1200 കേട്ടോ അതിന്. അതായത് 1,00,000 രൂപയുടെ അത്രയും വില വരും ആ ഒരു ഇതിന് മാത്രം. പിന്നെ ഫ്രണ്ടിലെ ബമ്പർ, ഇതൊക്കെ ബമ്പറുകളാണ് കേട്ടോ. ഇത് ലൈറ്റുകളാണ് നമ്മൾ ആദ്യം കാണിച്ചായിരിക്കുന്നത്. ഇതൊക്കെ കാറിന് വയ്ക്കാൻ പറ്റിയ കേട്ടോ. അത് മിററുകൾ, അതിൽ തന്നെ ലൈറ്റും ഉണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ നദികളിൽ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവറായ മിസിസിപ്പി റിവറിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവറാണ് അയോവേനെയും ഇല്ലിനോയ്സ് സ്റ്റേറ്റിനെയും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇല്ലിനോയ്സ് സ്റ്റേറ്റിലേക്ക് കയറാനും കൂടി പോവുകയാണ് ഇതോട് കൂടിയിട്ട്. വാപ്പിച്ചി ഉറങ്ങുവാണോ? റോഷനിയാണ് ഓടിക്കുന്നത്. മക്കൾ ഫ്രണ്ടിലേക്ക് കയറി, വാപ്പിച്ചി ബാക്കിൽ സ്ലീപ്പിംഗ് റൂമിലേക്ക് പോയി. ഇത് മിസിസിപ്പി റിവർ, ചിക്കാഗോ, ഈസ്റ്റ് ചിക്കാഗോ 92. ഇത് 92ലേക്ക് പോകണം കേട്ടോ. ലെഫ്റ്റിൽ നിൽക്കണമെന്നാണ് ഈസ്റ്റ് ചിക്കാഗോ കേട്ടോ. യെസ്, ഭയങ്കര വലിയ റിവറുണ്ട്. ഇത് 2340 മൈലുണ്ട് കേട്ടോ ഇതിൻ്റെ നീളം. അതുണ്ട്, അവിടെ മുതലേ അത് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ പൊന്നെ എന്തൊരു വലിപ്പാണ്. ഒരു കടൽ പോലെ ഉണ്ട് കേട്ടോ. പെരിയാറൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ കാണുമ്പോൾ. അപ്പോൾ ഇപ്പോൾ സമ്മറായിട്ട് ഇങ്ങനെയാണെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ എന്തായിരിക്കും. യെസ്, വെൽക്കം ടു ഇല്ലിനോയ്സ്. ദ ലാൻഡ് ഓഫ് എന്ന് എഴുതിയിട്ടുണ്ടല്ലേ, ദ ലാൻഡ് ഓഫ് എന്തോ സംഭവം. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേറ്റ് കടന്നിരിക്കുകയാണ്. ഏത് സ്റ്റേറ്റാ? നമ്മളിപ്പോൾ ഇല്ലിനോയ്സ് എത്തി. വാപ്പിച്ചി ഇങ്ങോട്ട് വാപ്പിച്ചി എന്തോ കാര്യം ആലോചിച്ചോണ്ടിരിക്കുക കേട്ടോ. നമ്മള് ഇല്ലിനോയ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ചിക്കാഗോയിലേക്ക് ഒരു 2 മണിക്കൂറാണ് ദൂരം. അപ്പോൾ അത് ലൗസിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഗ്യാസ് സ്റ്റേഷനിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. നമ്മളിവിടെ പോയി അത്യാവശ്യം കോഫിയൊക്കെ വാങ്ങി, എന്താ പറയുന്നത് ബാത്റൂമിലൊക്കെ പോയി റെസ്റ്റൊക്കെ എടുത്തു. എല്ലാവരും നല്ല റിലാക്സ് ചെയ്ത് റെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ എന്നാലും ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല. ഇത്രയും ദിവസമായിപ്പോ എങ്ങനെ ബോറടിച്ചാ? നമ്മള് ദിവസം വെട്ടി ചുരുക്കണോ? ഒന്ന് മാറി നിക്ക. കുഴപ്പമില്ല, എൻജോയ്മെന്റ് കൂടി വരുവാണോ? അത് ശരി. അല്ല, ഇത്രയും പ്രതീക്ഷ പോലെ എത്തണില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുളിച്ചിറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി ആഴ്ച വഴക്കൂടി. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞായറാഴ്ച ഉച്ചയ്ക്ക് എത്തുമെന്നാണ് കാണിച്ചിരുന്നത്. ഇന്നിപ്പോ തിങ്കളാഴ്ച വൈകുന്നേരം 8 മണിയായി രാത്രി. എപ്പോഴും എത്തിയിട്ടില്ല. അപ്പൊ നിരാശ തോന്നുന്നുണ്ടോ? അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂ അല്ലേ? ഓക്കെ, മോന് വീഡിയോ ഔട്ടായോ? ഓക്കെ, അപ്പൊ ഇല്ലിനോയ്സ് സ്റ്റേറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. യേസ്, സുന്ദരി ഐഷ. നമ്മുടെ വീഡിയോസ് എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ കേട്ടോ. അമേരിക്ക ചുറ്റും കറങ്ങി നടന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, എന്താ പറയുന്നത്, ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് നമുക്കിപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ എന്ത് കാര്യവും കിട്ടും. നമുക്ക് ശരിക്കും നല്ലൊരു ധാരണയുണ്ട്. കഴിഞ്ഞ വർഷം ഞാനൊരു 19 സ്റ്റേറ്റുകളിലൂടെ ഞാനൊരു ബസ് യാത്ര നടത്തിയായിരുന്നു. ഇപ്പോൾ ഇത് നമ്മളൊരു
കാറിലൂടെ റോഡ് ട്രിപ്പായിട്ട് നടത്തുന്നു. ഈ രണ്ട് ട്രിപ്പ് കൂടെ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഞാനിപ്പോൾ അമേരിക്കയിൽ ഏകദേശം ഒരു 30ഓളം സ്റ്റേറ്റുകൾ കവർ ചെയ്തു. ബസ് യാത്രയിൽ കടന്നു പോയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഓരോ സ്റ്റോപ്പിലും ഓരോ സ്റ്റേറ്റിലും ഇറങ്ങി അത്യാവശ്യം സിറ്റികളൊക്കെ കണ്ടാണ് പോയത്. പക്ഷേ നമുക്കിങ്ങനെ നിർത്തി ഇറങ്ങിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ട്രിപ്പിലുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ അമേരിക്കയുടെ ഒരു നല്ലൊരു ഐഡിയ കിട്ടി. എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ഐഡിയ എനിക്ക് കിട്ടിയായിരുന്നു ബസ്സിൽ പോയപ്പോൾ. കുറച്ചുകൂടിയും ഒരു പീപ്പിളായിട്ടും ഒക്കെ ഇവിടെ ആളുകളുടെ ഒരു ഇടപെടൽ, നമ്മളെല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഒരു അറിവും കാര്യങ്ങളും കിട്ടിയായിരുന്നു. അത് നമ്മൾ അമേരിക്കയുടെ സൗത്ത് സൈഡിലൂടെ ഈസ്റ്റിലേക്ക് പോയിട്ട് പിന്നെ സൗത്ത് ഈസ്റ്റിൽ നിന്ന് നമ്മൾ നേരെ ഈസ്റ്റ് നോർത്തിലേക്കാണ് അന്ന് ട്രാവൽ ചെയ്തത്. മെയിൻ സ്റ്റേറ്റ് വരെ പോയായിരുന്നു ലോസ് ആഞ്ചൽസിൽ നിന്ന്. ഇതിപ്പോൾ നമ്മൾ വെസ്റ്റിൽ നിന്ന്, അമേരിക്കയുടെ വെസ്റ്റിൽ നിന്ന് ഏകദേശം മിഡിൽ ആൻഡ് നോർത്ത് ഭാഗത്തിലൂടെ വന്ന് നമ്മൾ ഈസ്റ്റിലേക്ക് കയറുവാണ്. ഇത് രണ്ട് അമേരിക്കയുടെ കുറേ സ്റ്റേറ്റുകൾ കവർ ചെയ്യാനുള്ളൊരു ഭാഗ്യം നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ട്രിപ്പിൽ കിട്ടി. അപ്പോൾ എന്തായാലും ഇതെന്താണ് ഈ യാത്രയിൽ എത്ര സമയം എടുക്കും, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ വെള്ളിയാഴ്ച രാത്രി പോകുന്ന ശനി ഞായർ തിങ്കളാഴ്ച വൈകുന്നേരമായി. ഇപ്പോഴും അവരൊന്നും ടയേർഡല്ല. പാപ്പിച്ചൊക്കെയാണെങ്കിലും നല്ല ഉഷാറാണ്. എന്തായാലും വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ ചിക്കാഗോയിലേക്ക് പോകാം. അവിടെ റോഷ്നിയുടെയും ഉമ്മച്ചിയുടെയും ഫ്രണ്ടുണ്ട്. അവരുടെ വീട്ടിലേക്ക് ഒന്ന് കയറും. അവിടെ വീഡിയോ എടുക്കുമെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് നേരെ ചിക്കാഗോ. യെസ്, നമ്മളിപ്പോൾ ചിക്കാഗോയിൽ ഉമ്മച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഉൾ റോഡിലേക്കുള്ളൊരു ചെറിയ വഴിയെടുത്തു. അപ്പോൾ ഒരു റെയിൽവേ ക്രോസിങ്ങിലാണ്. ട്രെയിൻ പോകാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ. എന്തായാലും ഈ രാത്രിയാണ് നമ്മൾ ഈ ഉള്ളിലേക്ക് കയറിയത്. അതുകൊണ്ട് എന്താ പറയുന്നത്, അധികം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഉള്ളുവഴി കൂടെ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ പോകുന്ന പോലെയുള്ള ആ ഒരു ഫീലാണ്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയുള്ളൊരു ആംബിയൻസ്. ട്രെയിൻ പോയി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ തീരുമെന്ന് വിചാരിച്ചു. തീരുന്നില്ല കേട്ടോ. നമ്മൾ ചിക്കാഗോയുടെ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടോ. എൻഡേവർ ഹെൽത്ത് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലായിരിക്കും കാണാം. ഇപ്പോൾ നമ്മളിവിടെ ഉമ്മച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്തായാലും ചിക്കാഗോയുടെ സിറ്റി കാഴ്ചകളൊക്കെ നമുക്ക് മിക്കവാറും നാളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ രാത്രി 10:30 പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള പരിപാടികൾ. ഫൈനലി നമ്മൾ നമ്മുടെ ഉമ്മച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഏരിയയിലേക്ക് എത്തി. അപ്പോൾ ഇനി ഇവിടെ കയറിയതിന് ശേഷം പിന്നെ കാണാം കേട്ടോ. യെസ്, നമ്മൾ ആൻറ്റിയുടെ അടുത്ത് കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ ഒരുപാട് സമയം ലേറ്റായി. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ രാത്രി 12 മണിയൊക്കെ ആയി. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക പെട്ടെന്ന് ഇറങ്ങി. എന്താ പറയുക, അവിടെ ഭയങ്കര ഒരു അടിപൊളി വിസിറ്റ് ആയിരുന്നു അല്ലേ? ആൻറ്റി കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി. എന്തായാലും അവരെ കാണാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ വണ്ടി നന്നായിട്ട് അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. നമ്മുടെ കാറ് കഴുകൽ കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ പരിപാടി നമ്മുടെ തുണികൾ കഴുകലാണ്. ലോണ്ട്രി ചെയ്യണം. അപ്പോൾ നമ്മളത് ഇനി അങ്ങോട്ടേക്ക് എത്തിക്കണ്ട. ഇവിടെ ഒരു ലോണ്ട്രി ഉണ്ട്. ലോണ്ട്രി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാത്രി 1 മണിയാവുന്നു. എന്നാ വച്ചിരിക്കുന്ന സാധനങ്ങളെ ഭയങ്കര സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരു സാധനം പോലും കീപ്പോട്ട് വീഴുന്നില്ല. ഇതാണ് നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങൾ. മേളിൽ ക്യാമ്പിങ്ങിൻ്റെ സാധനങ്ങൾ. രാത്രി തുണി ലോണ്ട്രി ചെയ്യാൻ വേണ്ടി 1 മണിക്ക് ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്തേക്ക് തുണി ഇട്ടിട്ടുണ്ട്. തുണി ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയതായിരുന്നു. ഇതെന്താ അവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. രാത്രി 1 മണിയെങ്കിലും ഇപ്പോൾ എന്താ പറഞ്ഞത്, ഇവിടെ ഇങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? യെസ്, അപ്പോൾ നമ്മുടെ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ജൂൺ 30, അമേരിക്കയിൽ ജൂൺ 30 രാത്രി 1 മണിയായി. അപ്പോൾ നാട്ടിലിപ്പോൾ ജൂൺ 1-ാം തീയതി ഉച്ചയ്ക്ക് 1:30 ആയിട്ടുണ്ടാവും. അല്ല, ഇവിടെ ചിക്കാഗോയിലെ സമയമാകുമ്പോൾ അവിടെ കുറച്ചുകൂടി 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. അത് മുമ്പോട്ടാണോ ബാക്കിലേക്കാണെന്ന് അറിയില്ല. ലോസ് ആഞ്ചൽസിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാമായിരുന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഇത് ഏതാ സിറ്റി ചിക്കാഗോയിൽ? ചിക്കാഗോയിൽ നമ്മൾ ഒരു സിറ്റിയിൽ
ചിക്കാഗോ സിറ്റിയാടാ. ചിക്കാഗോ വലിയൊരു സിറ്റി ടൗണാണ്. അതിൽ കാരൽ സ്ട്രീം തന്നെയാണ് കേട്ടോ. അപ്പോൾ കാരൽ സ്ട്രീമിൽ ഒരു ലോണ്ട്രിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയുള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്താ ഒരു ഡോളർ ട്രീ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം ചിക്കാഗോയിലെത്തി. നാളെ ഒരു ദിവസം കൊണ്ട് ബാബുജി ഭയങ്കര ഫണ്ണാട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയണേ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. തിങ്കളാഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ജൂൺ 30. ഇനി ജൂലൈ 1 നമുക്ക് പോകണം. ജൂലൈ 1 നമ്മൾ എന്തായാലും നയഗരയിലെത്തും. ഇന്ന് എത്തുമെന്ന് നമ്മൾ ഏകദേശം വിചാരിച്ചായിരുന്നു. പക്ഷേ 100% ഇന്ന് എത്താൻ വേണ്ടിയല്ല നമ്മൾ നിന്നിരുന്നത്. കാരണം റെസ്റ്റ് എടുത്ത് ഇങ്ങനെ തന്നെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എന്തായാലും നാളെ വൈകുന്നേരത്തോടുകൂടി എത്തും. മറ്റന്നാൾ നമ്മൾ നയാഗര എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ നാളെ കാണാം ഗൈസ്. ബൈ ബൈ.